ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മക്കളായ നമ്മളെ പൂർണ്ണമായിട്ടും നവീകരിക്കുമാറാകട്ടെ. പുത്രനായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമ്മളിൽ നിറയുകയും അവിടുന്ന് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. എല്ലായ്പ്പോഴും ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധാമ്മ നമുക്ക് മാധ്യസ്ഥമായി തീരട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം സകല മക്കളും അറിയുവാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാനും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ലഭിക്കുവാനും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസുലിയ കൊളോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമുക്കറിയാം. അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. ഈ ഒരു വലിയ ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകുവാൻ, നമ്മളിലും മറ്റുള്ളവരിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കാണുവാൻ ആഗ്രഹിച്ച് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതലുള്ള തിരുവചനം നമുക്ക് ഒന്ന് ശ്രവിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷ നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ഇതാണ് ഈശോയുടെ തിരുവചനം. ശിഷ്യന്മാരെ ഈശോ ആശ്വസിപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ ഈശോ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്താണ് ഈ ഒരു വാഗ്ദാനം നൽകുന്നത്. ഞാൻ ഇപ്പോൾ പോയാലും വീണ്ടും വരുമെന്നുള്ള ഒരു ഉറപ്പ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ, ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോഴൊക്കെ പേടിക്കേണ്ട, സങ്കടപ്പെടേണ്ട, ഞാൻ പെട്ടെന്ന് വരാം, 6 മാസം കൊണ്ട് വരാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത് നമ്മളെ വലിയ രീതിയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ അവരോട് പറയുകയാണ്, ഞാൻ പോവുകയാണെങ്കിലും പേടിക്കേണ്ട, ഞാൻ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. അതിനു മുമ്പ് ഈശോ പറയുന്നൊരു കാര്യം ലോകം തരുന്ന സമാധാനത്തെക്കുറിച്ചും ഈശോ തരുന്ന സമാധാനത്തെക്കുറിച്ചുമാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുകയാണ്, എന്നാൽ ലോകം സന്തോഷിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ പലപ്പോഴും ലോകം മുന്നോട്ട് വെക്കുന്ന സന്തോഷവും ഈശോ തരുന്ന സന്തോഷവും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ വിപരീത ദശയിലുള്ളതാണ്. ഈശോയുടെ തിരിച്ചുപോക്കോ ഈശോയുടെ മരണമോ ലോകം
ആനന്ദിച്ചെങ്കിൽ, ആഹ്ലാദിക്കും കാരണമായെങ്കിൽ, അത് ശിഷ്യന്മാരെ സംബന്ധിച്ച്, ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സങ്കടകരമായ കാര്യമാണ്, ദുഃഖകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ദുഃഖങ്ങളെക്കുറിച്ച് നിങ്ങൾ അമിതമായി ആകുലപ്പെടേണ്ട. അത് വലിയ സന്തോഷത്തിലേക്ക് ആണ് മാറുക. നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ച അതല്ല അവസാനം. ഈസ്റ്ററാണ് അതിൻ്റെ പൂർണ്ണത. ദുഃഖ വെള്ളിയാഴ്ചയുള്ള പീഡാസഹന മരണം ഈശോയുടെ ജീവിതത്തിൻ്റെ അന്ത്യമായിരുന്നില്ല, അത് പുതിയൊരു ആരംഭമായിരുന്നു. ആ ആരംഭമാണ് പരസ്യമായിട്ട് അവരനുഭവിച്ചത് ഉത്ഥാന തിരുനാളിൻ്റെ അന്ന്, അല്ലെങ്കിൽ ആഴ്ചയുടെ ആദ്യ ദിവസം. ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ സൂചനകളാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അതിൽ തന്നെ പൂർണ്ണമാക്കപ്പെടുന്നില്ല, അതിൽ തന്നെ അത് തീരുന്നില്ല, അത് സന്തോഷത്തിലേക്ക് വഴിമാറുകയാണ്. ഇനി ഇന്നുണ്ടായ ദുഃഖം 3 ദിവസം കഴിഞ്ഞ് സന്തോഷമായി മാറുമോ, 6 ദിവസം കഴിഞ്ഞ് അങ്ങ് സന്തോഷമായി മാറുമോ, 1 വർഷം കഴിഞ്ഞ് സന്തോഷമായി മാറുമോ, കാലഘട്ടമല്ല പ്രശ്നം. ദുഃഖങ്ങൾ മുഴുവനും സന്തോഷമായി മാറും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഈശോ എന്നിട്ട് ഒരു ഉദാഹരണമായി പറയുന്നത് വളരെ സാധാരണമായ ഒരു സംഭവമാണ്. ഒരു സ്ത്രീയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട്. ഒരു സ്ത്രീ അമ്മയാകുന്ന സമയത്ത്, കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്താണ് അവൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുക എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആ വേദന ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും സിസേറിനൊക്കെ നടത്തുന്നതും എന്നും പറയാറുണ്ട്. അങ്ങനെ നടത്തിയാലും കുറേ കഴിയുമ്പം വേദന ഉണ്ടാകുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ വേദന ഒരു അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. എങ്കിലും ഈശോ പറയുകയാണ്, ആ സ്ത്രീ, ആ അമ്മ പിന്നീട് ഒരിക്കലും ആ വേദനയെക്കുറിച്ച് പരിതപിക്കാറില്ല. മറിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിലെ സന്തോഷം കൊണ്ട് ആ വേദന മറികടക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ സങ്കടങ്ങളെ, ദുഃഖകരമായ അനുഭവത്തെ മറികടക്കാൻ സാധിക്കും. അത് മാറിപ്പോകും വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. പണ്ട് ഇങ്ങനെ പറയാറുണ്ട്, തേള് കടിച്ച ഒരു വ്യക്തിക്ക് വേദന മാറ്റാൻ വേണ്ടി ചെയ്യുന്ന മറുമരുന്ന് കണ്ണിൽ ഉപ്പുനീരൊഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തേള് കഴിച്ച വ്യക്തിക്ക് ഭയങ്കരമായ വേദന അനുഭവിക്കും. ആ വേദന കണ്ട് അയാൾ പൊളയുമ്പോഴോ കരയുമ്പോഴോ അയാളുടെ കണ്ണിലേക്ക് ഉപ്പുനീരൊഴിച്ച് കഴിയുമ്പോൾ അതാണ് വലിയ വേദനയായിട്ട് മാറുന്നത്, അതാണ് വലിയ വിഷമമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ വേദന മറക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ മറികടക്കുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ മറികടക്കുവാനുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമെന്നാണ് ഈശോ പറയുന്നത്. ദുഃഖം എപ്പോഴും ലോകത്തിൻ്റെ സംഭാവനയാണ്. ദുഃഖം എപ്പോഴും പാപത്തിൻ്റെ പരിണതഫലമാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദുഃഖം അസാധ്യമാണ്. അതുകൊണ്ട് മാർപ്പാപ്പ കൂടെ പറയാറുണ്ട്, ആനന്ദിക്കുവിൻ, എപ്പോഴും ആനന്ദിക്കുവിൻ, സന്തോഷിക്കുവിൻ. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവ ഐക്യത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ദുഃഖമേ ഇല്ല. അയാളുടെ ജീവിതം മുഴുവനും സന്തോഷകരം. എന്ത് സംഭവിക്കാം? ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന തകർച്ചകളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, അലച്ചിലുകളുണ്ട്, പരാജയങ്ങളുണ്ട്, നഷ്ടങ്ങളൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും ആ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നില്ല. കാരണം ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ദൈവത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ശക്തി മതി ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ചില നെഗറ്റീവ് അനുഭവങ്ങൾ ദുഃഖത്തിലേക്കും, അതികഠിനമായ ദുഃഖത്തിലേക്കും, സങ്കടങ്ങളിലേക്കും, ചിലപ്പോൾ നിരാശയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചന ഇതാണ്, നമ്മൾ ദൈവ ഐക്യത്തിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നുമില്ല. അപ്പോൾ ദൈവ ഐക്യത്തിലാവുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ സംഭവങ്ങളെല്ലാം മറികടക്കുകയാണ്, സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ്ലീഹയ്ക്ക് അത് കരുതാൻ സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങൾ കടന്നു വന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എത്രമാത്രം പീഡനമേറ്റു, എത്ര പ്രാവശ്യം ഞാൻ ചമ്മട്ടി അടിയേറ്റു, കപ്പലകടത്തിൽപ്പെടുന്നു, കൊടിയ ദാരിദ്ര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി, ഒത്തിരി പീഡനങ്ങളുണ്ടായി. ഇതൊന്നും കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിൻവലിക്കാൻ കാരണമായിരുന്നില്ല. കാരണം നിത്യതയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന, അദ്ദേഹം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും നിസ്സാരമാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈശോ പറയുന്നത്. ഞാൻ വീണ്ടും വരുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഓരോ കാലഘട്ടത്തും സങ്കടം അനുഭവിച്ചു വരാം. അന്ന് നമ്മൾ പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഇതായി. അപ്പോൾ നമ്മുടെ കുഞ്ഞുപ്രായം മുതൽ ജീവിതകാലം മുഴുവൻ, ഒരുപക്ഷെ അവസാനം വരെ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്ന് വന്ന് അത് പോയി അടുത്തത് വരുമ്പോൾ ആദ്യത്തെ നിസ്സാരമായിട്ട് കണക്കാക്കും. 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള പരീക്ഷ ഈ പരീക്ഷയാണ്. 2-ാം ക്ലാസ് കയറി കഴിയുമ്പോഴോ അയ്യോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമുള്ള പരീക്ഷ ഇതാണ്. 10-ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചോ ആ 10-ാം ക്ലാസ്സിലെ പരീക്ഷ, ഫൈനൽ എക്സാം ഏറ്റവും വിഷമമുള്ള പരീക്ഷയാണ്, ഭയങ്കര ടെൻഷനാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴോ +2. അപ്പം ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും ഭാരപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാലും അടുത്തത് വരുമ്പോൾ അതിനു മുമ്പുള്ളതെല്ലാം മിക്കവാറും നമ്മൾ മറന്നു കഴിയും. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കൂ, പലതും നമ്മൾ ഓർക്കുന്നില്ല. അന്ന് വലിയ കാര്യമാണെന്ന് കരുതിയത് അവരെന്നെ കളിയാക്കി, അവരെന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുത്തി, ഒത്തിരി ദോഷങ്ങൾ വരുത്തി എന്ന് പറഞ്ഞ നിരവധിയായ കാര്യങ്ങൾ അന്ന് നമ്മൾ ഒത്തിരി ഭാരപ്പെടുത്തിയെങ്കിൽ ഇത് അതൊന്നുമല്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. ഒട്ടുമിക്ക നമ്മൾ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ദുഃഖങ്ങളോ ഒന്നും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതിന് ഈശോ കൊടുക്കുന്ന വാഗ്ദാനം, ഞാൻ വീണ്ടും വന്നു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത ഞാൻ തരും. പക്ഷേ ഈ വ്യത്യാസം നമ്മൾ ഓർക്കണം. ലോകം തരുന്ന സങ്കടമുണ്ട്, ലോകം തരുന്ന ദുഃഖമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. മറിച്ച് അതിനെല്ലാം മറികടക്കുന്ന വലിയ സന്തോഷത്തിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത് എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഈശോ തരുന്ന സന്തോഷമാണ് ശാശ്വതമായ സന്തോഷം. ബാക്കിയെല്ലാം ഇപ്പോൾ ഐസ്ക്രീം ഇഷ്ടമുള്ള കുട്ടിയെ സംബന്ധിച്ച് ഐസ്ക്രീം കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ കഴിക്കും, കുറച്ച് കഴിയുമ്പം മടുപ്പായിരിക്കും. ജീവിതത്തിലെ ഏത് കാര്യത്തെക്കുറിച്ച് എടുത്തു നോക്കൂ. ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ നേടാവുന്ന എത്രമാത്രം നേടിയാലും മനുഷ്യൻ്റെ മനസ്സ് അത്രമാത്രം സന്തോഷമൊന്നുമല്ല. സമ്പത്താണെങ്കിലും കടബാധ്യത, അതാണ് ചിലർ പറയുക. ഈ കടം മാറിക്കഴിയുമ്പോൾ ആശ്വാസമായി, എങ്കിൽ അടുത്ത കടം വന്നു. പരീക്ഷയിൽ ഒരു പരീക്ഷ തോറ്റു, സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അടുത്ത പരീക്ഷ ജയിക്കും, ഈ സങ്കടം മാറും, മറന്നുപോകും. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ കാണുന്ന വലുതെന്ന് പറയുന്ന ഏത് സങ്കടങ്ങളെയും മറികടക്കാനുള്ള വിജയങ്ങൾ കർത്താവ് തരുമെന്നുള്ള വാഗ്ദാനം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരു കുട്ടി +2 പരീക്ഷ എഴുതി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് ഭയങ്കര സങ്കടം എന്നോട് പറഞ്ഞു. അവൻ്റെ സങ്കടം ഇതാണ്, കെമിസ്ട്രി പരീക്ഷയ്ക്ക് അവനാണ് ഏറ്റവും കുറവ് മാർക്ക്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. കാരണം കെമിസ്ട്രി പരീക്ഷ നടക്കുന്ന സമയത്ത് പരീക്ഷാ ഹാളിലെ അധ്യാപകർ അല്പം ഇവരോടൊരു വല്ലാത്തൊരു ഔദാര്യം കാണിച്ചു, അല്പം കോപ്പി അടിക്കാൻ വേണ്ടി. ഈ ടെൻഷൻ അടിച്ച് കോപ്പി അടിക്കേണ്ട, ഫ്രീ ആയിട്ട് അടിച്ചോട്ടെന്നായിരിക്കും അവർ കരുതിയത്. പിള്ളേർ ഊടുപാട്ട് കോപ്പി അടിക്കുന്നു. ചില പിള്ളേർ അതിനുവേണ്ടി തന്നെ വരുന്നവരുണ്ട്. അപ്പോൾ ഇവൻ കരുതിയത് ഇങ്ങനെയാണ്, ഞാൻ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ കോപ്പി അടിക്കുന്ന ഈശോയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ചിലർ വിചാരിക്കും അവൻ പൊട്ടനായ കുട്ടിയാണെന്ന്. എന്തുവാട്ടെ, അവൻ അങ്ങനെ തോന്നി, അവൻ കോപ്പി അടിച്ചില്ല. ബാക്കി എല്ലാ പിള്ളേരും വളരെ ഡീസൻ്റായിട്ട് കോപ്പി അടിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഇവനാണ് ഈ വിഷയത്തിന്, കെമിസ്ട്രിക്ക് ഏറ്റവും കുറവ് മാർക്ക് അവനാണ് ആ സ്കൂളിൽ. എന്നാൽ ബാക്കി വിഷയത്തിന് ഒരു മാർക്കും ഉണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചു, ഞാനിങ്ങനെ സത്യസന്ധനായിട്ട് ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് ഈശോ എനിക്ക് മാർക്ക് കുറച്ച് കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ എന്നാ ചെയ്യാനാണ്, എനിക്ക് ഇച്ചിരി വിഷമം തോന്നി ഈശോയോട്. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനും പോകും, നിൻ്റെ നിൻ്റെ പഠനം തീർന്നില്ല. അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻട്രൻസ് എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിരിക്കുക റിസൾട്ട്. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഈശോ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. പ്രിയപ്പെട്ട ഒരു എൻട്രൻസ് റിസൾട്ട് പിന്നീട് വന്നു. ആ പ്രദേശത്ത് അവന് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ കെമിസ്ട്രിക്ക് മാർക്ക് കുറവാണെന്നുള്ള സങ്കടം എൻട്രൻസ് പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ സന്തോഷമായി മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഇന്ന് ഞാനും നിങ്ങൾ കരുതുന്ന വലിയ സങ്കടമെന്ന് കരുതുന്നതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ. ഒരുപക്ഷെ അതുതന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ജീവിതം മുഴുവൻ വിജയിച്ചവരൊന്നുമല്ല, ജീവിതത്തിലെല്ലാം നേടിയവരുമല്ല, എല്ലാം നേടാണ്ട് പോകുന്നുമില്ല. എങ്കിലും ജീവിതത്തിൻ്റെ അനുദിന അനുഭവത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലും സാന്നിധ്യം ഉണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മളെ പിന്നെയും പിന്നെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഞാൻ പറയട്ടെ, ഈ വ്യത്യാസം നമ്മൾ ഓർക്കുക. ലോകം തരുന്ന സങ്കടങ്ങൾ, ലോകത്തിൻ്റെ ദുഃഖം, അത് ഈശോ ഇല്ലാതാകുമ്പോഴാണ് ലോകം സന്തോഷിക്കുക.
ദൈവികത ഇല്ലാതാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ലോകക്രമമുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്ന ഒരു ലോകക്രമമുണ്ട്. ദൈവം വേണ്ട എന്ന് വെക്കുന്ന ഒരു ലോകക്രമമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത്, ഏറ്റവും വലിയ സ്വാധീനമെന്ന് പറയുന്നത് ദൈവനിഷേധത്തിൻ്റെ ഒരു രീതിയാണ്. ദൈവം നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തെ പടിയിറക്കി കഴിയുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നുള്ള അപകടത്തിൻ്റെ അങ്ങേയറ്റമാണ് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പിതാവ് പ്രസംഗിച്ചതുപോലെ ഇന്നത്തെ ലോകം ആഗ്രഹിക്കുന്നത് ദൈവമില്ലാത്ത ലോകക്രമത്തിന് വേണ്ടിയാണ്. ദൈവമില്ലാത്ത ലോകക്രമത്തിൻ്റെ സന്തോഷമാണ് ഈശോ പറഞ്ഞത്. ഈശോ കൊല്ലപ്പെടുമ്പോൾ ലോകം സന്തോഷിച്ചു. ദൈവം അപ്രത്യക്ഷമായി എന്നവർ കരുതി, ദൈവത്തെ ഇല്ലാതാക്കി എന്നവർ കരുതി. പണ്ട് ആരാ പറഞ്ഞ പോലെ ദൈവത്തെ അവർ പെട്ടിയിലടിച്ച്, ശവപ്പെട്ടിയിൽ വെച്ച് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ സന്തോഷമാണ് ഇന്ന് പലപ്പോഴും മനുഷ്യരാഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഞാനൊരു തിന്മ ചെയ്ത്, ഞാനൊരു പാപം ചെയ്ത് ദൈവത്തെ നിഷേധിക്കുമ്പോൾ ഞാൻ ഈ ലോകക്രമത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഞാനൊരു പാപത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ ഭാഗമായി തീരുന്നു, ദൈവവിരോധിയായി മാറുന്നു. ഈശോ പറയണ അങ്ങനെ കിട്ടുന്ന സന്തോഷമുണ്ട്. അതല്ല നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും. എന്നാൽ ഞാൻ തരുന്ന സന്തോഷം അതാണ് നിത്യമായ സന്തോഷം. അത് തരുവാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ ഈശോ എന്ന സന്തോഷം, ഈശോയുടെ സാന്നിധ്യം എന്ന സന്തോഷം, അതാണ് ഉദ്ധാനം ചെയ്ത ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ് അവർ ആഹ്ലാദിച്ചു എന്ന് പറയുന്നത്, അവർ സന്തോഷിച്ചു എന്ന് പറയുന്നത്. ഒരു വലിയ ആത്മീയ ഗുരുവായ വചനപ്രഘോഷകനായ റിച്ചാർഡ് ഉംബ്രൻറ്റിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു വചനപ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണം കേട്ട് ഒത്തിരിയധികം ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ദേശത്ത് ഒരു കുടുംബം മുഴുവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഈ വിശ്വാസത്തെ പ്രതി. അപ്പോൾ കുടുംബനാഥൻ, 6 മക്കൾ, ഭാര്യ. ഇവർ 8 പേരും ജയിലിൽ മാത്രമല്ല വലിയ പട്ടിണിയിലാണ്, കഷ്ടപ്പാടിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ റിച്ചാർഡ് ഉംബ്രൻറ്റ് ഈ ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനാണല്ലോ നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഗതി വന്നത്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും 6 മക്കളും പട്ടിണി കിടക്കാൻ, ജയിലിൽ കിടക്കാൻ കാരണം ഞാനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നോട് നീരസമുണ്ടോ? ഉടനെ ഈ മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയാണ്, അങ്ങ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു, അതിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്തുവിൻ്റെ വഴിയല്ലാതെ വേറൊരു വഴി എനിക്കില്ല. അങ്ങ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു, അതിന് അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്തുവിൻ്റെ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ജയിലിൽ കിടക്കുന്ന മനുഷ്യൻ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് അലയുമ്പോൾ ക്രിസ്തുവുള്ള വിശ്വാസം തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ സന്തോഷം കിടക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും എങ്ങനെ എന്ന് അത് പറയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദുഃഖങ്ങളുടെയും വലിയൊരു ഘോഷയാത്ര വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരാജയങ്ങളുടെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു കഴിയുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ എനിക്ക് വിഷമമുണ്ടാകുമ്പോൾ, എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ, ഈ വിശ്വാസം കാരണമാണല്ലോ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന ഒരു വളരെ നികൃഷ്ടമായ ഒരു പൈശാചികമായ ചിന്തയാണ് എനിക്കുണ്ടാകുക. മറിച്ച് ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഞാനിതിനെ മറികടക്കും. ക്രിസ്തുവുള്ള വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള അടുപ്പമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമെന്നോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭമെന്നോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്നോ നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമ്പോൾ അതുതന്നെയാണ് ഈശോ വാഗ്ദാനം ചെയ്ത സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷം ഉള്ളിക്കിടക്കുമ്പോൾ മറ്റാർക്കും നമ്മളെ സങ്കടപ്പെടുത്താൻ സാധിക്കുകയില്ല. ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായോ ഭാരമായോ തോന്നുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലെ 1 മുതൽ തിരുവചനം ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. ഒരു നീതിമാനായ മനുഷ്യൻ തന്നെ പീഡിപ്പിച്ചവരുടെ, തന്നെ അധിക്ഷേപിച്ചവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. എപ്പോഴാണെന്ന് പിന്നീടാണ് പറയുന്നത്. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവൻ്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും.
അവർ പശ്ചാത്താപവിവശരായി ദീനരോധത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു. അവനെങ്ങനെ ദൈവപുത്രരോടുകൂടെ എണ്ണപ്പെട്ടു, വിശുദ്ധരുടെ ഇടയിൽ അവനെങ്ങനെ അവകാശം ലഭിച്ചു. ഇതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത്. ഈ നീതിമാന്മാരുടെ കൂടെ ഒരു മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ലോകത്തല്ല. ഈ ലോകത്ത് എഴുന്നേറ്റ് നിന്നാലും വീണു പോയാലും അവൻ അവസാനം ദൈവപുത്രന്മാരുടെ ഇടയിലും തൻ്റെ വിശുദ്ധരുടെ ഇടയിലും എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഇങ്ങനെയുള്ള ദൈവമനുഷ്യരെ, ദൈവവിശ്വാസമുള്ള മനുഷ്യരെ, ദൈവഭയമുള്ള മനുഷ്യരെ അധിക്ഷേപിച്ചവർ, അപമാനിച്ചവർ, നിന്ദിച്ചവർ അന്ന് പറയും, ഇവൻ്റെ ജീവിതം ഭ്രാന്താണെന്ന്, ഇവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്ന് നാം ചിന്തിച്ചു. ഒരുപക്ഷെ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവ അനുഭവത്തിൽ നിൽക്കുന്നവരും ഈ ലോകത്തിനു മുമ്പിൽ പരാജയപ്പെട്ടവരാണ്. ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല, രോഗമെല്ലാം വിട്ടുപോയിട്ടില്ല, കുടുംബത്തിലുള്ള അസ്വസ്ഥതകളും വിട്ടുപോയിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നിരവധിയായ പരാജയങ്ങൾ അവരെ ഗ്രസിക്കുമ്പോഴും ജനം, മറ്റുള്ളവർ പറയും, ഭ്രാന്ത്, പള്ളിയിൽ പോകുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, അവൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ കുദാശകൾ സ്വീകരിക്കുന്നത്, എന്തിനാ കുമ്പസാരിക്കുന്നത്, എന്തിനാ ധ്യാനിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവസാനം അവർ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെടും, വിശുദ്ധരുടെ കൂട്ടത്തിൽ അവർക്ക് സ്ഥാനം കിട്ടും. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്നതിലേക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നടക്കാതെ വന്നു കഴിയുമ്പോൾ, നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ പരീക്ഷിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ നിന്ദയ്ക്കും അപമാനത്തിനും ഒരുപക്ഷെ കാരണമാകുമ്പോൾ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവസാനം അവ ഉയർന്നു നിൽക്കും. അപ്പോൾ ഈശോ പറഞ്ഞ സന്തോഷം ഇതാണ്. ഈ ലോകത്തിന് മുമ്പിൽ ഒത്തിരി നഷ്ടങ്ങൾ, ഈ ലോകത്തിന് മുമ്പിൽ ഒത്തിരി സങ്കടങ്ങൾ നമുക്കുണ്ടാകും. എപ്പോൾ? ഈശോയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സനാതനമായ ദൈവികമായ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും, ദുഃഖങ്ങൾ കടന്നു വന്നിരിക്കും. ലോകം സന്തോഷിക്കും, ലോകം നമ്മളെ കുറ്റപ്പെടുത്തും, ലോകം നമ്മളെ പുച്ഛിക്കും, ലോകം നമ്മളെ വെല്ലുവിളിക്കും. പക്ഷേ ഈശോ പറയുകയാണ്, അതല്ല നിങ്ങൾക്ക് അവസാനമായി ഉണ്ടാകുക. അവസാനം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും ദൈവപുത്രരുടെ കൂടെ. രണ്ടാമത്, വിശുദ്ധരുടെ ഇടയിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടിയിരിക്കും. ആ സ്ഥലം നമുക്ക് ഉണ്ടായെങ്കിൽ, ആ സ്ഥലം ഉറപ്പിക്കാമെങ്കിൽ പിന്നെ ഒന്നിനെക്കുറിച്ചും. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. അപ്പോൾ വിശുദ്ധരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ അല്പസ്ഥലം നമുക്ക് കിട്ടുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുമ്പോഴല്ല, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്, ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഈ ലോകത്തിൽ അവൻ്റെ വചനത്തോട് നമ്മൾ താതാത്മ്യപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ്, ഈ ലോകത്തിൽ അവൻ്റെ കൽപ്പനകളോട് നമ്മൾ അനുകൂലമായി നിലപാടെടുക്കുമ്പോഴാണ്. ലോകം നമ്മളെ കളിയാക്കിയാലും, ലോകം നമ്മളെ പുച്ഛിച്ചാലും, ലോകം നമ്മളെ ഇറക്കി വിട്ടാലും നമ്മൾ ദൈവത്തിൻ്റെ ഇടയിൽ സ്ഥലം കണ്ടുപിടിച്ചിരിക്കും. ഞാൻ വീണ്ടും വരും. ആ വാഗ്ദാനം സംഭവിച്ചു പെന്തക്കോസ്തയിൽ. ആ വാഗ്ദാനം സംഭവിക്കുന്നു ഞാനും നിങ്ങളും മാമോദിസ സ്വീകരിച്ചപ്പോൾ. ആ വാഗ്ദാനം സംഭവിക്കുന്നു ഓരോ കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. ഈശോയുടെ വീണ്ടും വരവാണ്. ഒരു കുടുംബത്തെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വീണ്ടും വരവാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈശോയുടെ വീണ്ടും വരവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വീണ്ടും വരവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണതയാണ് അവൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം. അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവൻ അവസാന നാളുകളിൽ തൻ്റെ പ്രതാപത്തോടുകൂടെ അവൻ വരികയും അന്ത്യവിധിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ വരവ്. ആ മഹനീയമായ വരവിൻ്റെ സൂചനകളാണ്, അനുഭവങ്ങളാണ്, മുൻ അനുഭവങ്ങളാണ് ഈ പറഞ്ഞ പ്രാർത്ഥനാ സമയത്ത് വചനത്തിലൂടെ, കൂദാശകളിലൂടെ, കൂട്ടായ്മയിലൊക്കെ ഈശോ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ആ വീണ്ടും വരവ് നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് ഈ ലോകം വെച്ച് നീട്ടുന്ന സങ്കടങ്ങൾ അത് നിത്യമായ സങ്കടങ്ങളല്ല, അതിനെ മറികടക്കുന്ന ദൈവിക സന്തോഷമാണ് അവർ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ സന്തോഷത്തിലെ ആളുകളായി മാറുവാൻ വേണ്ടി എന്തെല്ലാം നഷ്ടനാശങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും യേശുവിലുള്ള ആശ്രയബോധം നമ്മളെ വീണ്ടും ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്ന പോലെ പരിപൂർണമായ സന്തോഷം, പെർഫെക്റ്റ് ജോയ്, അത് ലോകം തരുന്നതല്ല, ദൈവത്തിന് ആത്മാവ് തരുന്നതാണ്, പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ.